KSRTC റെക്കോർഡ് കളക്ഷൻ ഇന്നലെ മാത്രം 10,19,00,000 രൂപ കളക്ഷൻ കിട്ടി. ആദ്യമായിട്ടാണ് ഒരു KSRTCയുടെ പ്രതിദിന കളക്ഷൻ 10 കോടി കടക്കുന്നത്. ഇന്നലെ ഓണം അവധി കഴിഞ്ഞ ശേഷമുള്ള ആദ്യ വർക്കിംഗ് ഡേ ആയിരുന്നു. കൂടുതൽ പേർ കേരളത്തിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ജോലിക്ക് തിരിച്ചു പോകുന്ന ദിവസം, ഒപ്പം കേരളത്തിനകത്ത് ദീർഘദൂര സർവീസുകൾ കൂടുതൽ ഓപ്പറേറ്റ് ചെയ്ത ദിവസം, ഇവയെല്ലാമാണ് കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തി KSRTCക്ക് ഇത്രയും വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. 10,19,00,000 രൂപയാണ് ഇന്നലെ ഒരു ദിവസത്തെ മാത്രം കളക്ഷൻ. ഇത് KSRTC ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ കളക്ഷനാണ്. അതുമാത്രമല്ല, ആദ്യമായിട്ടാണ് 10 കോടി രൂപ ഒരു ദിവസത്തെ കളക്ഷൻ അത് മറികടക്കുന്നത്. ഇതിനു മുൻപ് ഏറ്റവും ഉയർന്ന കളക്ഷൻ ഉണ്ടായിരുന്നത് കഴിഞ്ഞ ശബരിമല സീസണിലുണ്ടായ 9,41,00,000 രൂപയാണ്. കഴിഞ്ഞ ഓണ സീസണിൽ സമാനമായി ആദ്യമായി വരുന്ന ഈ അവധി ദിവസം കഴിഞ്ഞ് വരുന്ന ആദ്യ വർക്കിംഗ് ഡേയിൽ ഉണ്ടായിരുന്ന 8 കോടി ഏകദേശം 50,00,000 രൂപ മാത്രമാണ്. അവിടെ നിന്നാണ് ഇത്ര വലിയൊരു കുതിച്ചുചാട്ടം. ഏകദേശം 1.5 ലക്ഷം കോടിക്ക് മുകളിൽ 1.5 കോടി രൂപയ്ക്ക് മുകളിൽ ഒരു ദിവസത്തെ കളക്ഷൻ കുതിച്ചു ചാടിയിരിക്കുന്നു. എന്തായാലും KSRTC ജീവനക്കാരുടെ ഇടപെടൽ അതിൽ പ്രധാനമാണ്. KSRTC ജീവനക്കാർ ഈ ദിവസത്തേക്ക് വേണ്ടി മാത്രം ഒരു കളക്ഷൻ ചലഞ്ച് എന്ന രീതിയിൽ മുന്നോട്ട് വെച്ചിരുന്നു. അതുപ്രകാരം വഴിയിൽ സാധാരണ KSRTC ജീവനക്കാർ ബസ് സ്റ്റോപ്പിൽ പോലും വാഹനം നിർത്തില്ല എന്നുള്ള പരാതിയെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെ ആയിരുന്നില്ല. ഇന്നലെ പരമാവധി ആളുകളെ KSRTCയിൽ കയറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ മെനങ്ങാന്ന് രാത്രി മുതൽ KSRTC ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ തുടങ്ങിയിരുന്നു. വഴിയിലെല്ലാം ഓരോ സീറ്റ് ഒഴിയുമ്പോഴും വഴിയിൽ ആളെ കയറ്റുന്നു. ഈ രീതിയിൽ കൃത്യമായി ഓപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് പോയി. ജീവനക്കാർ മത്സരിച്ചാണ് ഈ കളക്ഷൻ ചലഞ്ചിൽ പങ്കെടുത്തത്. അതുതന്നെയാണ് 10,19,00,000 രൂപ എന്ന വലിയ കളക്ഷനിലേക്ക് എത്താൻ കാരണം.